ശ്രീ മഹാദേവീ നമഃ. നമസ്കാരം. ദേവീനാരായണീയം ദശകം 33 വർണ്ണിക്കുകയാണ്. അടുത്ത 2 ദശകങ്ങളിൽ കൂടിയിട്ട് ഗൗതമ വൃത്താന്തത്തെയാണ് ഇവിടെ വിസ്തരിക്കുന്നത്. ശക്രപുരാജീവഗണസ്യ കർമ്മദോഷാത് സമാഹ പഞ്ചദശക്ഷമായാം വൃഷ്ടിം ന ചക്രേ ധരണീ ച ശുഷ്ക വാപീ തടാകാദിജലാശയാസീൽ. ഭൂമിയിൽ ജീവജാലങ്ങളുടെ കർമ്മദോഷത്താൽ വളരെ വർഷക്കാലം മഴ പെയ്യാതിരിക്കുകയും ഭൂമിയിലെ ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടു ജലജന്തുക്കളും മറ്റ് ജീവികൾ, വൃക്ഷലതാദികളും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളുമെല്ലാം ജലം കിട്ടാതെ ചത്തൊടുങ്ങാൻ തുടങ്ങുകയാണ്. സസ്യാനി ശുഷ്കാണി ഖഗാൻ മൃഗാംശ ഭുക്ത്വാപ്യതൃപ്ത ക്ഷുധയാ തൃഷാ ച നിപീഡിതാ മർത്യശവാനി ചാഹോ മർത്യാ അനിഷ്ടാന്യപി ഭുഞ്ജതേ സ്മ. മഴ പെയ്യാതെയായി ജലാശയങ്ങളൊക്കെ വറ്റി സസ്യങ്ങൾ ഉണങ്ങി വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ മനുഷ്യർ വല്ലാതെ ക്ലേശിക്കുകയാണ്. ഉണങ്ങിപ്പോയ ഫലമൂലങ്ങളെ ഭക്ഷിച്ചും പക്ഷിമൃഗാദികളെ ഭക്ഷിച്ചും അതും കിട്ടാതെയായി ദാഹവും വിശപ്പും സഹിക്കവയ്യാതെ മരിച്ചു വീഴാൻ തുടങ്ങുകയാണ്. അങ്ങനെ മരിച്ചു വീഴുന്നവരുടെ ശരീരം ജീവിച്ചിരിക്കുന്നവർ ഭക്ഷിക്കാൻ തുടങ്ങി. മനുഷ്യൻ തന്നെ ഭക്ഷിക്കുന്ന ഒരവസ്ഥ വന്നു ചേർന്നു. ക്ഷുധാർദിത സർവജന മഹാപദ് വിമുക്തികാമാ മിളിതാ കഥാചിൽ തപോധനം ഗൗതമമേത്യ ഭക്ത്യാ പൃഷ്ടാമുനിം സ്വാഗമഹേതുമൂചു. വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ മനുഷ്യരെ അനേകം പേർ ഒന്നിച്ചു ചേർന്ന് ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഉപായത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. അങ്ങനെ പല മഹാത്മാക്കളും മഹർഷിമാരും ഗൗതമ മഹർഷിയെ സമീപിച്ചുകൊണ്ട് ഗൗതമ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തിനോട് സങ്കടം ഉണർത്തിക്കുകയാണ്. തൻ്റെ ആശ്രമത്തിൽ വന്ന എല്ലാവരെയും സ്വീകരിച്ചു. അവരെയെല്ലാം യഥോചിതമായിട്ടുള്ള പൂജ നൽകി അവരെ ആദരിച്ചു സ്വീകരിച്ചു. എന്താണ് നിങ്ങൾ വരാൻ കാരണമെന്ന് ചോദിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. മഴ പെയ്യാതെയായി, ജലാശയങ്ങൾ വറ്റി വരണ്ടു, വൃക്ഷങ്ങൾ ചെടികളെല്ലാം ഉണങ്ങിപ്പോയി, വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ ഞങ്ങൾ വല്ലാതെ ക്ലേശിക്കുകയാണ്. മനുഷ്യർ മാത്രമല്ല, പക്ഷി മൃഗാദികളും ചത്തൊടുങ്ങുകയാണ്. അങ്ങനെ അവരുടെ സങ്കടങ്ങളെല്ലാം ഗൗതമ മഹർഷി ശ്രദ്ധയോടുകൂടി കേട്ടു. അദ്ദേഹം ദേവീ ഉപാസന ചെയ്യാൻ ആരംഭിച്ചു. ലോകത്തിൻ്റെ സങ്കടം കണ്ടിട്ട് വിജ്ഞായ സർവം മുനിരാട് കൃപാലു സംപൂജ്യ ഗായത്ര്യഭിധാം ശിവേ ത്വാം പ്രസാദ്യ ദൃഷ്ട്വാ ച തവൈവ ഹസ്താൽ ലേഭേ നവം കാമദപാത്രമേകം. ഗായത്രി ഉപാസകനായിട്ടുള്ള ഗൗതമൻ ലോകം ക്ലേശിക്കുന്നു, മനുഷ്യർ സങ്കടപ്പെടുന്നു എന്ന് കണ്ട്, സജ്ജനങ്ങൾ അങ്ങനെയാണ്, മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ അവർക്ക് മനസ്സലിവുണ്ടാകുന്നു. ആ സങ്കടത്തെ തീർക്കുവാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നു.
അങ്ങനെ ഗായത്രി ഉപാസന ആരംഭിച്ചു ഗൗതമൻ. പ്രസന്നയായിട്ടുള്ള ദേവി ഗൗതമന് ഒരു പാത്രം നൽകി അനുഗ്രഹിച്ചു. എല്ലാ അഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു പാത്രത്തെയാണ് ദേവി ഈ ഗൗതമ മഹർഷിക്ക് നൽകിയത്. ദുകൂല സൗവർണ വിഭൂഷണാന്ന വസ്ത്രാദി ഗാവോ മഹിഷാദയശ്ച യദ്യജ്ജനൈ ഈപ്സിതമാശു തൽത്തൽ തത്പാത്രതോ ദേവി സമുദ്ബഭൂവ. ആഭരണങ്ങളും വസ്ത്രവും അന്നപാനാദികളും പശുക്കളും എന്തെല്ലാമാണോ മനുഷ്യന് ആവശ്യമുള്ളത്, ആഗ്രഹമുള്ളത്, അതെല്ലാം അതിൽ നിന്ന്, ആ പാത്രത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. അക്ഷയപാത്രം തന്നെ ആയിരുന്നു അത്. പാണ്ഡവർക്ക് വനവാസകാലത്ത് സൂര്യൻ അനുഗ്രഹിച്ചു നൽകിയ അക്ഷയപാത്രം പോലെ ആ അക്ഷയപാത്രത്തിന്, പാണ്ഡവർക്ക് ലഭിച്ച അക്ഷയപാത്രത്തിന് ചില പരിമിതികൾ പറഞ്ഞു കാണാം. പാഞ്ചാലി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം അതിൽ നിന്നൊന്നും ഉണ്ടാവില്ല. അതൊരു പരിമിതിയാണ്. എന്നാൽ ഗൗതമന് ലഭിച്ച അക്ഷയപാത്രത്തിന് ആ പരിമിതിയും ഇല്ല. എപ്പോഴും ആവശ്യമുള്ളതൊക്കെ അതിൽ നിന്നും ഉണ്ടാവുന്നു. അങ്ങനെ സർവാഭീഷ്ടപ്രദമായിരുന്നു ആ പാത്രം. രോഗോ ന ദൈന്യം ന ഭയം ന ചൈവ ജനാമിഥോ മോദകരാ ബഭൂവു തേ ഗൗതമസ്യോഗ്രതപ പ്രഭാവമുച്ചൈർജഗുസ്താം കരുണാർദ്രതാം ച. ഗൗതമനെ ആശ്രയിച്ചുകൊണ്ട് ആ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന് ചേർന്നവരെയൊക്കെ സ്വീകരിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു ഗൗതമ മഹർഷി അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള അഹല്യയും. പരസ്പരം എല്ലാവരും എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് വളരെയധികം സന്തോഷത്തോടുകൂടി, അല്പം പോലും അസൂയ, ഈർഷ്യ ഒന്നും തന്നെ ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ അവിടെ വസിച്ചത്. ഗൗതമന്റെ തപപ്രഭാവമാണ് ഇതിനെല്ലാം ഇടയാക്കിയത്. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യമാണ് എല്ലാവരിലും മനപ്രസാദത്തെ നൽകുന്നത്. എല്ലാവരും ആ ഗൗതമനെ അത്യന്തം ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി കാണാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ തപപ്രഭാവത്തെയും കാരുണ്യത്തെയും എല്ലാവരും പ്രകീർത്തിക്കാൻ തുടങ്ങി. ഏവം സമാ ദ്വാദശതത്ര സനുവേ നിന്യു കദാചിൽ മിളിതേഷു തേഷു ശ്രീനാരദോ ദേവി ശശീവ ഗായത്ര്യാശ്ചര്യാശക്തി പ്രഗൃണന്നവാപ. 12 വർഷക്കാലം ഗൗതമ ആശ്രമത്തിൽ എല്ലാവരും ഒത്തുകൂടി വസിച്ചു. ഒരിക്കൽ എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുചേർന്നിരിക്കുമ്പോഴാണ് അവിടേക്ക് ശ്രീനാരദ മഹർഷി എത്തിച്ചേർന്നു. ഗായത്രി മഹിമയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ചന്ദ്രനെ കാണുന്നത് പോലെ, ഉദിച്ചുയർന്നു വരുന്ന ചന്ദ്രനെ കാണുമ്പോൾ ഏവർക്കും ഉണ്ടാവുന്ന സന്തോഷം പോലെ ആ നാരദനെ കണ്ടതും ഏവർക്കും വളരെയധികം സന്തോഷമായി. സ്വപൂജിതസ്തത്ര നിഷണ്ണ ഉച്ചൈർ നിവേദ്യതാം ഗൗതമ കീർത്തിലക്ഷ്മി സഭാസു ശക്രാദിസുരൈ പ്രഗീതാം ജഗാമ സന്തോജഹൃഷു കൃതജ്ഞ. എല്ലാവരും ശ്രീനാരദനെ സ്വീകരിച്ചു. ആ നാരദ മഹർഷി ഗൗതമന്റെ കീർത്തിയെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. എല്ലാവർക്കും വേണ്ടതിനെ നൽകിയ ഗൗതമന്റെ യശസ്
എല്ലായിടത്തും എത്തിയിരിക്കുന്നു. സ്വർഗത്തിൽ പോലും ആ ഗൗതമന്റെ യശസ് എത്തിച്ചേർന്നിരിക്കുന്നു. ദേവസഭകളിൽ ഗൗതമന്റെ കീർത്തി മുഴങ്ങി കേൾക്കാം. അത് ശ്രീനാരദൻ കേട്ടതും കണ്ടതുമായ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് വിസ്തരിച്ചു പറഞ്ഞു. കാലേധരാം വൃഷ്ടി സമൃദ്ധ സസ്യാം ദൃഷ്ട്വാ ജന ഗൗതമമാനമന്ദ ആവൃച്യത്തെ സജ്ജന സംഗപൂത മുദാജവാൽ സ്വസ്വഗൃഹാണി ജഗ്മു. കാലം കടന്നുപോയി. പിന്നീട് ഭൂമിയിൽ മഴ പെയ്യാൻ ആരംഭിച്ചു. സസ്യങ്ങളൊക്കെ വളരാൻ തുടങ്ങി. ഗൗതമനോടൊപ്പം വസിച്ചിരുന്നവരൊക്കെ അവർ ക്രമേണ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോവാൻ തുടങ്ങി. ഗൗതമനെ കണ്ടു, നമസ്കരിച്ചു, അവരുടെ ആ കൃതജ്ഞത അറിയിക്കുകയാണ്, യാത്ര ചോദിച്ചു. അങ്ങനെ ഗൗതമനോട് യാത്ര പറഞ്ഞു പോകുന്ന എല്ലാവർക്കും അത്യധികമായിട്ടുള്ള സന്തോഷം ആണ് അനുഭവപ്പെട്ടത്. ദുഃഖാനി മേ സന്തു യദോ മനോമേ പ്രതപ്ത സംഘട്ടിതഹേമശോഭി വിശുദ്ധമസ്തു ത്വയി ബദ്ധരാഗോ ഭവാനി തേ ദേവി നമോസ്തു ഭൂയ. മഴ പെയ്യാതെ ജീവിതം ദുസ്സഹമായി തീർന്നതുകൊണ്ടാണ് ഈ ജനങ്ങളൊക്കെ ഗൗതമാശ്രമത്തിൽ എത്തിയത്. ആ ഗൗതമനുമായിട്ടുള്ള ആ മഹാത്മാവുമായിട്ടുള്ള സംഘം കൊണ്ട്, ചേർച്ച കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നവരെയൊക്കെ ആ സത്സംഗം ശുദ്ധീകരിച്ചു. മഴയില്ലാത്തതിൻ്റെ ദുഃഖം അവർക്ക് അനുഗ്രഹമായിട്ട് തീർന്നു. ജീവിതത്തിൽ വരുന്ന ഓരോ ദുഃഖവും ക്രമേണ അനുഗ്രഹമായി മാറും. അപ്പോൾ ദുഃഖത്തെ അനുഗ്രഹമാക്കി മാറ്റുക, ഇതാണ് വിവേകം. സ്വർണം ശുദ്ധീകരിക്കുന്നത് പ്രതപ്ത സംഘട്ടിത ഹേമശോഭി, ചൂടുപിടിപ്പിക്കുകയും അതിനെ മർദ്ദിക്കുകയും ചെയ്യുമ്പോഴാണ് സ്വർണം ശോഭിക്കുന്നത്. അപ്പൊ സ്വർണത്തെ അഗ്നിയിൽ വെച്ച് തപിപ്പിച്ച് വീണ്ടും വെള്ളത്തിൽ മുക്കി ഇരുമ്പ് കൂടം കൊണ്ട് അതിനെ മർദ്ദിച്ച് അങ്ങനെ എത്രയോ ആവർത്തിച്ചിട്ടാണ് സ്വർണത്തെ ശുദ്ധീകരിക്കുക. അതുപോലെയും മനസ്സിനെ ശുദ്ധീകരിക്കണം. പരിശുദ്ധമായിട്ടുള്ള സ്വർണം പോലെ ആവണം മനസ്സ്. നമ്മളുടെ എല്ലാ മനസ്സിൽ രാഗദ്വേഷാദി രൂപത്തിലുള്ള മനോമാലിന്യം ഉണ്ട്. അതിനെ നീക്കാൻ വേണ്ടിയിട്ട്, ആ മനോമാലിന്യനെ കളയുവാൻ വേണ്ടിയിട്ട്, ദുഃഖം അനുഭവിക്കുവാൻ തയ്യാറാണ് എന്നിവിടെ സ്തോത്രകാരൻ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മനസ്സ് തെളിയണം, എങ്കിലേ ഭക്തി നല്ലവണ്ണം തിളങ്ങൂ, ശോഭിക്കൂ. തൻ്റെ ആ മനോമാലിന്യത്തെ നീക്കിത്തരണം. ദേവീ പാദങ്ങളിൽ പ്രേമഭക്തി ഉണ്ടാവണം, ശുദ്ധമായിട്ടുള്ള ഭക്തി ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, വീണ്ടും വീണ്ടും ദേവിയെ നമസ്കരിച്ചുകൊണ്ടാണ് 33-ാം ദശകത്തെ ഇവിടെ സമർപ്പിച്ചത്. ശ്രീ മഹാദേവീ നമഃ.